വൈദ്യുതക്ഷാമത്തിന് ശാശ്വത പരിഹാരവുമായി പത്തനംതിട്ട ജില്ലയിൽ അടൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന റാവിസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് തങ്ങളുടെ പ്രവർത്തന മേഖല വ്യാപിപ്പിക്കുന്നു. 5 വർഷം കൊണ്ട് 100 കണക്കിന് ഉപയോക്താക്കളെ സംതൃപ്തരാക്കിയ സ്ഥാപനം സർവീസിലും വാറന്റിയിലും മുൻപന്തിയിലാണെന്ന് മാനേജ്മെന്റ് വ്യക്തമാക്കി. പരമ്പരാഗത രീതിയിലുള്ള വൈദ്യുതി മേഖലയാണ് നമ്മൾ കേരളം അനുവർത്തിച്ചു പോകുന്നത്. പുതിയതായിട്ടുള്ള ഒരു ജലവൈദ്യുത പദ്ധതികളൊന്നും ഇപ്പോൾ സമീപകാലത്തൊന്നും കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. ഈ മേഖലയിലേക്കാണ് സോളാറിന്റെ എനർജി കടന്നു വരുന്നത്. കേന്ദ്ര സർക്കാരും വിവിധ സംസ്ഥാന സർക്കാരുകളും ഒരുമിച്ച് കൈകോർത്തുകൊണ്ടാണ് സോളാർ എനർജിയിലേക്ക് വരുന്നത്. നമ്മളോടിപ്പം ചേരുന്നത് പത്തനംതിട്ട ജില്ലയിൽ, അതായത് മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും സോളാറിന്റെ എനർജിയുമായി ബന്ധപ്പെട്ട് ഇൻസ്റ്റലേഷനും ഡിസ്ട്രിബ്യൂഷനും എല്ലാം ചെയ്യുന്ന റാവിസ് ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ കൂടിയായിട്ടുള്ള രതീഷാണ്. ഞാൻ സോളാർ എന്ന് പറഞ്ഞ ഒരു സങ്കല്പത്തിലേക്ക് വന്നത് വളരെ ചുരുങ്ങിയ കാലത്തിന് മുമ്പാണ്. ഏകദേശം ഒരു 5 വർഷം മുമ്പാണ് സോളാറിന്റെ എൻ്റെ ഒരു ഓഫീസുമായി ബന്ധപ്പെട്ട് ഞാൻ ചൂരക്കോട് എൻ്റെ സ്വന്തം സ്ഥാപനം സ്ഥാപിക്കാൻ കാരണമായത്. ഈ നാട്ടിലുള്ള ജനങ്ങൾ പരമ്പരാഗതമായിട്ട് ഉപയോഗിക്കുന്ന KCB ആയിട്ട് ബന്ധപ്പെട്ട വൈദ്യുതി ശരിക്കും അത് ഉപയോഗപ്പെടുത്തുവാൻ എല്ലാവർക്കും സാധിച്ചിട്ടില്ല. അതിന്റെ ഒരു പ്രയോജനം ഉപയോഗപ്പെടുത്തുവാൻ സാധിച്ചിട്ടില്ല. പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മുടെ കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും ഈ ഒരു കറണ്ടിന്റെ ഉപഭോഗം കൂടുകയും വൈദ്യുതി ചാർജ് കൂടുകയും ചെയ്യുന്നൊരവസ്ഥ വന്നു. അങ്ങനൊരു അവസ്ഥ വന്നപ്പോൾ ജനങ്ങൾക്ക് അത് താങ്ങാൻ പറ്റുന്നതിനപ്പുറമായി കേരളത്തിലെ ഗവൺമെന്റുകൾ പൂർണ്ണമായിട്ടും ഇതിനെ സഹകരിച്ച് പ്രവർത്തിക്കുകയും കേന്ദ്ര സർക്കാരിന്റെ ഒരു 78,000 രൂപ സബ്സിഡിയുടെ വന്നപ്പോൾ ഒരുപാട് പേർക്ക് അതൊരു ഓപ്പർച്യൂണിറ്റി ആയി മാറി. ഞങ്ങൾ തുടങ്ങിയ ഈ സ്ഥാപനം 2022 നമ്മൾ കേരളത്തിലെ സ്ഥാപിതം ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ടാണ് നമ്മൾ സ്ഥാപിച്ചത്. നമുക്ക് ഏകദേശം ഒരു 500-ൽ പരം സോളാറിന്റെ കസ്റ്റമർ ഇതിനകം തന്നെ നേടിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ആ കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ മാത്രമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയം. ഞങ്ങളൊരു ഗൂഗിൾ റിവ്യൂസിലേക്ക് ഒന്ന് പോയി നോക്കിയാൽ റാവിസ് ഇന്ത്യ എന്ന് പ്രസാദൊക്കെ ഒന്ന് കയറി നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും, ഏറ്റവും കൂടുതൽ ഗൂഗിൾ റിവ്യൂ ഉള്ളതിൽ നല്ല റിവ്യൂ ഉള്ളതും അതേപോലെ MNRE അപ്രൂവ്ഡ് ആയിട്ടുള്ള ഗവൺമെന്റിന്റെ അപ്രൂവ്ഡ് KCB അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനം തന്നെയാണ് നമ്മളുടെ റാവിസ് ഇന്ത്യ ലിമിറ്റഡ്. നിങ്ങൾക്ക് അത് നമ്മുടെ കസ്റ്റമേഴ്സിന് 100-ൽ പരം കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ഞങ്ങൾക്ക് നന്നായിട്ട് ആ ഒരു ബിസിനസ് ഇപ്പോൾ ചെയ്യുന്നതിന് KCBയുടെ സഹായമുണ്ട്. കേരളത്തിൽ എല്ലാവരും ഈ ഒരു മാറ്റത്തിലേക്ക് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനൊരു കാരണം കൂടി, മറ്റൊരു കാരണം കൂടിയുണ്ട്. നമ്മളുടെ ട്രാൻസ്ഫോമറിന്റെ കപ്പാസിറ്റി നമ്മളുടെ വീടിന്റെ അടുത്ത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചൂരക്കോടാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്, ഈ ഭാഗത്തെ ട്രാൻസ്ഫോമറിന്റെ കപ്പാസിറ്റി വളരെ കുറഞ്ഞു പോയി. ഇപ്പൊ ഇനിയും നമുക്ക് ഈ പ്രദേശത്ത് നമുക്ക് സോളാർ വെക്കുവാൻ സാധിക്കില്ല. അപ്പോൾ മിക്ക ആളുകൾക്കും ഇതൊരു പരിചയമില്ലാത്തൊരു അറിവാണ്. എല്ലാവരും വിചാരിക്കും നമുക്ക് പിന്നീട് വെച്ചാൽ മതി എന്ന് വിചാരിക്കും. പക്ഷേ ട്രാൻസ്ഫോമർ കപ്പാസിറ്റി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് സോളാർ വെക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ളത് നിങ്ങളുടെ ഈ ചാനലിലൂടെ നിങ്ങളത് മറ്റുള്ളവരെ കൂടി അറിയിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഈ മറ്റുള്ള മേഖലയിൽ പോലെ തന്നെ സോളാർ മേഖലയിലും രാജ്യത്തെ വിവിധ കമ്പനികളുടെ സോളാർ ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കസ്റ്റമറിന് അത് ഏതായിരിക്കും? അപ്പോൾ ഓരോ എക്സാമ്പിൾ ഞാൻ ഒന്നിന്റെയും മൾട്ടിനാഷണൽ കമ്പനിയുടെ ഒന്നും ഞാൻ പേര് പറയുന്നില്ല. പക്ഷേ ആ ബ്രാൻഡുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? റാവിസ് ഉപയോഗിക്കുന്നുണ്ടോ? ഉണ്ട്. എല്ലാ ബ്രാൻഡുകളും ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കുന്ന, ഇപ്പോൾ നമ്മൾ DCR പാനലുകൾ മാത്രമേ, അതായത് ഇന്ത്യയിൽ നിർമ്മിച്ച പാനലുകൾ മാത്രമേ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് കർശന നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നതിൽ അദാനി ഉണ്ട്, ടാറ്റ ഉണ്ട്, V-Guard ഉണ്ട്, ലൂമിനസ് ഉണ്ട്, പ്രീമിയർ ഉണ്ട്, അങ്ങനെ തുടങ്ങിയ ഒരു 7-8 മൾട്ടി ബ്രാൻഡുകൾ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു സംഭവം, ഇവിടെ നമ്മൾ വെക്കുന്ന ആ ഒരു പാനൽ അല്ലെങ്കിൽ ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന സംഭവങ്ങൾക്കെല്ലാം 12 വർഷത്തിൽ പരം റീപ്ലേസ്മെന്റ് വാറണ്ടി ഉള്ള കാര്യമാണ്. 30 വർഷത്തെ പെർഫോമൻസ് വാറണ്ടി ഉണ്ടെങ്കിൽ പോലും 12 വർഷം നമുക്ക് മിനിമം ഈ സാധനങ്ങൾക്കെല്ലാം റീപ്ലേസ്മെന്റ് വാറണ്ടി ഉള്ളതാണ്. ഇങ്ങനെ വാറണ്ടി ഉള്ള സാധനങ്ങൾക്ക് ഇവിടെ സർവീസ് ഇല്ലാത്തൊരു സാധനം പോലും നമ്മൾ വെച്ചു കൊടുത്താൽ, അത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്താൽ പിന്നീട് കസ്റ്റമർക്ക് അത് വളരെ ബുദ്ധിമുട്ടായിട്ട് മാറും. ഈ പറഞ്ഞ് വെക്കുന്ന, നാം പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ഒരു MNRE അപ്രൂവ്ഡ് വെണ്ടർ അല്ലാത്ത ഒരു സാധാരണ ഏജൻസിയൊക്കെ കൊണ്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് അവർക്ക് പിന്നീട് സർവീസ് തരാൻ സാധിക്കുമോ എന്ന് പലരും എന്നോട് സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവർ ചെയ്യുന്ന അവരുടെ കാര്യങ്ങളെ ഒന്നും ഞാൻ പ്രത്യേകിച്ച് ഇതാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിൽ പോലും എപ്പോഴും നമ്മൾ ഒരു സോളാർ നിങ്ങളുടെ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് ഇവിടെ കേരളത്തിൽ അതിന് സർവീസ് ഉള്ള ഒരു കമ്പനിയാണോ, അവർക്ക് ആ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഈ കേരളത്തിൽ ഉണ്ടോ എന്ന് മനസ്സിലാക്കി വേണം എല്ലാ ആൾക്കാരും സോളാർ വെക്കുവാനായി മുന്നോട്ട് പോകേണ്ടത്. ഇപ്പൊ നമുക്ക് എന്തോ ഓഫറൊക്കെ നമ്മുടെ റാവിസ് കൊടുക്കുന്നുണ്ട്? നമ്മൾ കഴിഞ്ഞ ഈ ഒരു മൺസൂൺ ഓഫറായിട്ട് 5000 രൂപയുടെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്ന പോലെ കേന്ദ്ര സർക്കാരിന്റെ 78,000 രൂപയുടെ സബ്സിഡി 2027 വരെ അവർ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷവും കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഏകദേശം 1 കോടി പേർക്കാണ് നമ്മൾ ഈ ഗവൺമെന്റ് ഈ ഒരു സബ്സിഡി നേടിയെടുക്കുവാൻ സാധിക്കുക. അതുൾപ്പെടെ വേറൊരു കാര്യം കൂടെ വളരെ സന്തോഷമായിട്ട് പറയാനുള്ളത്, ഇന്ത്യയിൽ സോളാർ ഉൽപാദനത്തിൽ നമ്മൾ 4ാം സ്ഥാനത്താണ്. കേരളമാണ് ഇന്ത്യയിലെ 4ാമതായിട്ടുള്ളത്. അതിൽ ഏറ്റവും ചെറിയ സംസ്ഥാനങ്ങളിൽ പെട്ടതാണ് കേരളം എന്നതാണ് ഇതിൽ ഏറ്റവും സന്തോഷകരമായിട്ട് കാര്യം.
സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു സ്ഥാപനത്തിനോ ഒരു കസ്റ്റമർക്കോ ഇത് ഈ സോളാർ പാനൽ സ്ഥാപിക്കുന്നതിന് എന്തൊക്കെയാണ് ആവശ്യങ്ങളായിട്ട്? അപ്പൊ സ്കൂള്, കോളേജ്, ആശുപത്രി, അങ്ങനെ വ്യക്തിഗത എന്തൊക്കെയാണ്? നമുക്ക് സ്കൂളുണ്ട്, ഇപ്പോൾ ഒരുപാട് പള്ളികളിൽ നമ്മൾ വെക്കാറുണ്ട്. അതേപോലെ ആരാധനാലയങ്ങൾക്ക് മുഴുവനായിട്ട് സോളാറിലേക്ക് എത്തുന്ന അവസ്ഥയിലേക്ക് എത്തി. കാരണം അവരുടെ എല്ലാം ഇലക്ട്രിസിറ്റി ബില്ല് പണ്ടത്തിനേക്കാൾ, പഴയ കാലത്തിനേക്കാൾ ഒരുപാട് ഉയർന്ന നിലവിലേക്ക് എത്തി എന്നുള്ളതാണ് അതിന്റെ ഒരു റീസൺ. പക്ഷെ നമുക്ക് ഇപ്പം നമ്മൾ കഴിഞ്ഞ ഒരു 6 മാസം എടുത്താൽ മിക്കയിടത്തെയും ട്രാൻസ്ഫോമർ കപ്പാസിറ്റി തീരാനുള്ള കാരണം ഈ പറഞ്ഞ ക്ഷേത്രങ്ങളും അല്ലെങ്കിൽ പള്ളികളും തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം വലിയ സൈസിലുള്ള, അതായത് കപ്പാസിറ്റി കൂടിയ സോളാർ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് മറ്റുള്ളവർക്കും അത് നൽകുവാനുള്ള അവസരം ലഭിക്കണമെങ്കിൽ സോളാറിന്റെ കപ്പാസിറ്റി കൂടിയ ഒരു ട്രാൻസ്ഫോമർ എത്തേണ്ടതായിട്ടുണ്ട്. അതും KCB അതിന് പൂർണ്ണമായ പിന്തുണയാണ് നമുക്ക് ഏവർക്കും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അനുബന്ധ സ്ഥാപനങ്ങളൊക്കെ എവിടെയൊക്കെ ഉണ്ട്? ഞങ്ങൾ പുതുതായിട്ട് ഇത് ചുരക്കോടുള്ള എന്റെ സ്ഥാപനം എന്റെ സ്വന്തം സ്ഥാപനമായിട്ട് ഇവിടെ സ്ഥാപിച്ചിട്ട് 5 വർഷമായി. രണ്ടാമതായിട്ട് വടക്കർത്താവില് നമുക്കൊരു സ്ഥാപനമുണ്ട്. പന്നിവിടയിൽ അടൂർ സാംസ്കാരിക നിലയത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് പുതിയൊരു സ്ഥാപനം കൂടി ഞങ്ങൾ അടുത്ത 2 ആഴ്ചകളിൽ ഓപ്പൺ ചെയ്യുകയാണ്. ആ പ്രദേശത്തുള്ള ആൾക്കാർക്ക് സോളാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടി മാത്രമാണ് ഞങ്ങളൊരു പുതിയൊരു ഏജൻസി കൂടി സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് റാവിസിന്റെ അനുബന്ധ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? നമുക്ക് സോളാർ അല്ലാതെ നമ്മൾ മറ്റ് ക്യാമറ ഇൻസ്റ്റലേഷൻ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഗേറ്റ് ഓട്ടോമേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്, ഹോം ഓട്ടോമേഷൻ ചെയ്യുന്നുണ്ട്, IP വീഡിയോ ഡോർ ഫോൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ തുടങ്ങി കേരളത്തിൽ ഓട്ടോമേഷൻ രംഗത്ത്, ഞങ്ങൾ ഓട്ടോമേഷൻ രംഗമായിട്ടാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തത്. ആ ഓട്ടോമേഷൻ രംഗത്തിൽ ഇപ്പോൾ സൗത്ത് കേരളയിൽ നമ്പർ 1 ആയിട്ടുള്ള ഒരു സ്ഥാപനം കൂടിയാണ് റാവിസ് ഇന്ത്യ ലിമിറ്റഡ്. നമ്മൾ അതിനുശേഷമാണ് 2022 സോളാറിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രോജക്റ്റുകൾ എടുത്തു തുടങ്ങിയത്. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.